ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിൽ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എഴുതിയ ആ ബേസിക് ആയിട്ടുള്ള ഹലോ വേൾഡിൻ്റെ പ്രോഗ്രാമിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇതിലെ പാർട്സ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ #include stdio.h. ഈ #include എന്ന് പറയുന്നത് ഹെഡർ ഫയലുകളെ നമ്മുടെ സി പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് #include. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഇതുപോലെ ആരോ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതാണ്. ഇവിടെ .h എക്സ്റ്റൻഷൻ വെച്ചിട്ട് എഴുതുന്നതാണ് ഹെഡർ ഫയൽസ്. അപ്പോൾ സിക്ക് കുറച്ച് ഹെഡർ ഫയൽസ് ഉണ്ട്, stdio.h, math.h, അങ്ങനെ കുറച്ച് ഹെഡർ ഫയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി പല സ്ഥലത്തായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഹെഡർ ഫയലാണ് ഈ stdio.h. std എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്, io എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട്, .h എന്ന് പറയുന്നത് ഹെഡർ ഫയലിനെ സൂചിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും നടക്കുള്ളൂ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസിന് വാല്യൂ കൊടുക്കുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹെഡർ ഫയൽ ഉണ്ടായേ പറ്റൂ. അതുപോലെ തന്നെ നമുക്ക് ഈ printfൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനും ഈ stdio.h നിർബന്ധമാണ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിലായാലും ഈ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടുള്ളൂ. ഇൻപുട്ടും ഔട്ട്പുട്ടും ഇല്ലാണ്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏതൊരു പ്രോഗ്രാം എഴുതായാലും നമുക്ക് ഈ ഒരു ലൈൻ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഓക്കെ, ഇനി മെയിൻ എന്താണ്? മെയിൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിൻ ഫങ്ഷൻ എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. നമ്മുടെ സി പ്രോഗ്രാമിൽ ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. ഏതൊരു സി പ്രോഗ്രാം ആയാലും മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. ഈ മെയിൻ ഫങ്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. ആ ഒരു ഫങ്ഷന് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇപ്പോൾ ഈ മെയിൻ ഫങ്ഷന് ചെയ്യാനുള്ള കഴിവ് എന്തിട്ടാണ്? ഹലോ വേൾഡിന് ഔട്ട്പുട്ട് ചെയ്യാൻ മാത്രമേ അതിന് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇനി കുറച്ചും കൂടി വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വേറെ മെയിൻ ഫങ്ഷൻ അല്ലാണ്ട് വേറെ ഫങ്ഷൻസൊക്കെ എഴുതിയിട്ട് ആ ഫങ്ഷൻസിനൊക്കെ മെയിൻ ഫങ്ഷനിൽ നിന്ന് കോൾ ചെയ്യുന്നതും അതൊക്കെ പഠിക്കും. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ളതിൽ മെയിൻ ഫങ്ഷനകത്ത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഹലോ വേൾഡ് എഴുതിയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇനി മെയിൻ ഫങ്ഷൻ്റെ സ്കോപ്പ്, അതായത് ഈ മെയിൻ ഫങ്ഷൻ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 ബ്രാക്കറ്റ്സ് ഇട്ടേക്കുന്നത്. സാധാ നോർമൽ ബ്രാക്കറ്റ് അല്ല, കർലി ബ്രാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എഴുതിയേക്കുന്നതൊക്കെ ആ മെയിൻ ഫങ്ഷൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, ഇവിടെ അപ്പോൾ മെയിൻ ഫങ്ഷൻ്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്നത് printf ഹലോ വേൾഡ്. ഇനി printf എന്താണ്? printfൽ പ്രിൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ, f എന്ന് പറയുന്നത് ഫങ്ഷനെ സൂചിപ്പിക്കാനായിട്ട്. അപ്പോൾ printf എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഇവിടെ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്യാരക്ടർ എന്തിട്ടാണ്? ഇതുപോലെ ഒരു സിംഗിൾ ലെറ്റർ, അതായത് ഇപ്പോൾ H അല്ലെങ്കിൽ E, L, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ സ്പേസ്, അല്ലെങ്കിൽ സെമികോളൻ, ബ്രാക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ, ഈ #, ഇതൊക്കെ ക്യാരക്ടേഴ്സാണ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് സ്ട്രിങ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇനി നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് ഒരു സ്ട്രിങ് മാത്രമാണെങ്കിൽ നമ്മളതിന് ഡബിൾ കോട്ട്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഔട്ട്പുട്ട് കിട്ടും. ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്, അത് ഞാൻ പറയാം ഇനി. അപ്പോൾ നമുക്ക് ഹലോ വേൾഡ് ഔട്ട്പുട്ട് കിട്ടും. ബ്രാക്കറ്റ് ഉണ്ടാവണം, അവസാനം ഇവിടെ ഒരു സെമികോളൻ ഇട്ടിട്ടുണ്ട്. സെമികോളൻ എന്ന് പറയുമ്പോൾ ഒരു കുത്ത് ഒരു കോമ. സെമികോളൻ എന്തിനാണ്? സെമികോളൻ യൂസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ലൈൻ എന്ന് സൂചിപ്പിക്കാനാണ്. അതായത് ഈ printfൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞു, ഇനി ഇങ്ങോട്ടുള്ളതൊന്നും മൈൻഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തീർന്നു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അവിടെ നമ്മൾ സെമികോളൻ ഇടുന്നത്. ഓക്കെ, സെമികോളൻ ഇട്ടില്ലെങ്കിൽ എറർ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെമികോളൻ ഇട്ടിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ expected semicolon before
കർലി ബ്രാക്കറ്റ് ടോക്കൺ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എറർ. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. സെമി കോളൻ ഇട്ടു, വീണ്ടും റൺ ചെയ്യുന്നു. നമുക്ക് അവിടെ ഹലോ വേൾഡ് ഔട്ട്പുട്ട് കിട്ടി, ഇവിടെ കിട്ടി, ഒരു കുഴപ്പമുണ്ടായില്ല. ഓക്കെ, അപ്പോൾ കർലി ബ്രാക്കറ്റ് വേണം. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ തന്നെ നോക്കുന്നത് സി പ്രോഗ്രാമിലെ കമൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. കമൻറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു ലൈൻ ഓഫ് കോഡിനെ കംപ്ലീറ്റ് ആയിട്ട് സി പ്രോഗ്രാം ഇഗ്നോർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് കമൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ഈ ലൈൻ ഓഫ് കോഡ് ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഞാനവിടെ ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ടു, അതുപോലെ തന്നെ ഒരു സ്റ്റാർ ഇട്ടുണ്ട്. നമ്മുടെ കമൻറ്റ് അവസാനിക്കുമ്പോൾ ഒരു സ്റ്റാർ ഇടാം, ഒരു ഫോർവേഡ് സ്ലാഷ് ഇടാം. ഓക്കെ, അപ്പോൾ ഈ ലൈൻ കമൻറ്റഡായി. ഈ ലൈൻ കമൻറ്റഡായി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും, ഇത് കമൻറ്റഡ് ആണ്, നമുക്കിത് കാണാനും പറ്റും. പക്ഷേ സി കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. അതായത് സി കമ്പൈലർ അത് അവിടെ ഇല്ലാത്ത പോലെ ഭാവിക്കുള്ളൂ. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മുടെ പ്രിൻ്റ് എഫ് ആയിരുന്നു നമുക്ക് ഇതിനകത്ത് ആ കൂടി ഔട്ട്പുട്ട് കിട്ടുന്നൊരു കാര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കമൻറ്റഡ് ഔട്ടായി, സി കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്യപ്പെടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ അത് ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ ബ്ലാങ്ക് ആണ്, ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ ഔട്ട്പുട്ട് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് കമൻറ്റിൻ്റെ ഉപയോഗമല്ല, എക്സാമ്പിൾ കാണിച്ചതാണ്. ഉപയോഗം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രോഗ്രാമർ അല്ലാത്ത ഒരാൾ വന്നിട്ട് ഇതെന്താണെന്ന് വായിച്ചാൽ ആൾക്ക് ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത്തരമൊരു കേസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ദിസ് പ്രോഗ്രാം will output hello world. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇത് സി കോഡ്, സി പ്രോഗ്രാമിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് അറിയാത്ത ഒരാൾ വന്നിട്ട് പ്രോഗ്രാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇല്ലെങ്കിൽ ആൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വലിയൊരു ചാൻസ് ഉണ്ട്, വലിയൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് പ്രോഗ്രാമിൽ ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്ന്. അപ്പോൾ ആൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഹലോ വേൾഡ് ഔട്ട്പുട്ട് കിട്ടാനുള്ളൊരു പ്രോഗ്രാമാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ കമൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ, പ്രോബ്ലം സോൾവിങ് സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ, നമ്മളൊരു പ്രോഗ്രാം എഴുതി അത് സോൾവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് പിന്നീട് കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണേ, ആ സെയിം കോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ ലോജിക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു എന്ന് വരും. ഇതെന്താണെന്ന് വായിച്ചാൽ നമ്മുടെ കോഡ് തന്നെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നേ കമൻറ്റ് യൂസ് ചെയ്ത് ഇത് ഇന്ന കാര്യത്തിനാണ് എഴുതി വെച്ചേക്കുന്നത്, ഇത് ഇന്ന കാര്യത്തിനാണ് യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സി പ്രോഗ്രാമിൻ്റെ സിൻടാക്സ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കേ.